പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി. ഉൽപ്പത്തി എന്ന വാക്കിന്റെ അർത്ഥം ആരംഭം, ജനനം, ഉത്ഭവം എന്നൊക്കെയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന 10 കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 1. സൃഷ്ടിയുടെ ആരംഭം. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായം തന്നെ വളരെ ശക്തമായ ഒരു വാക്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ഒന്നും ക്രമത്തിലല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചപ്പോൾ സൃഷ്ടി ആരംഭിച്ചു. ദൈവം വെളിച്ചം സൃഷ്ടിച്ചു, ആകാശമുണ്ടാക്കി, കടലിനെയും കരയെയും വേർതിരിച്ചു, സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചു, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. കടലിലെ ജീവികളും ആകാശത്തിലെ പറവകളും ഭൂമിയിലെ മൃഗങ്ങളെയും സൃഷ്ടിച്ചു. അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് വലിയൊരു മൂല്യമുണ്ട്. മനുഷ്യൻ വെറുമൊരു ജീവി മാത്രമല്ല, ദൈവവുമായി ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു സൃഷ്ടിയാണ്. 2. ആദാമും ഹവ്വയും. ഉൽപ്പത്തി പുസ്തകത്തിലെ അടുത്ത പ്രധാന സംഭവം ആദാമിന്റെയും ഹവ്വയുടെയും കഥയാണ്. ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചു. അവന് തോട്ടത്തിലെ പല വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചു. പിന്നീട് ഹവ്വയെ സൃഷ്ടിച്ചു. ആദാമും ഹവ്വയും ദൈവവുമായി സമാധാനത്തിൽ ജീവിച്ചു. എന്നാൽ പാമ്പിന്റെ വഞ്ചനയിലൂടെ അവർ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചു. ഇതാണ് ബൈബിളിൽ മനുഷ്യന്റെ പതനത്തിന്റെ ആരംഭമായി കാണുന്നത്. പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതോടെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വേർപാടുണ്ടായി. ആദാമും ഹവ്വയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എങ്കിലും ഇവിടെ പോലും ദൈവത്തിന്റെ കരുണ കാണാം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനെ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല. 3. കയ്യീനും ഹാബേലും. അടുത്തതായി നാം കാണുന്നത് ആദാമിന്റെയും ഹവ്വയുടെയും മക്കളായ കയ്യീനെയും ഹാബേലിനെയുമാണ്. കയ്യീൻ കൃഷിക്കാരനും ഹാബേൽ ആടുകളെ മേയ്ക്കുന്നവനുമായിരുന്നു. ഒരു ദിവസം ഇരുവരും ദൈവത്തിന് വഴിപാട് അർപ്പിച്ചു. എന്നാൽ കയ്യീന്റെ ഹൃദയത്തിൽ അസൂയയും കോപവും വളർന്നു. അവസാനം കയ്യീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ പാപം എത്രത്തോളം വളരാൻ കഴിയും എന്നതിൻ്റെ ശക്തമായ ഉദാഹരണമാണ് ഈ സംഭവം. 4. നോഹയും മഹാപ്രളയവും. കാലം കടന്നുപോയപ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചു. എന്നാൽ ആ തലമുറയിൽ ദൈവത്തെ ഭയപ്പെട്ട ഒരാളുണ്ടായിരുന്നു, നോഹ. ദൈവം നോഹയോടൊരു വലിയ പെട്ടകം നിർമ്മിക്കാൻ കൽപ്പിച്ചു. വരാനിരിക്കുന്ന മഹാപ്രളയത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും ജീവജാലങ്ങളെയും രക്ഷിക്കാനായിരുന്നു അത്. നോഹ ദൈവത്തിന്റെ വാക്കനുസരിച്ചു. മഹാപ്രളയം വന്നു. പെട്ടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. പ്രളയത്തിനു ശേഷം ദൈവം നോഹയുമായി നിയമം ചെയ്തു. ആ നിയമത്തിന്റെ അടയാളമായി ആകാശത്ത് വില്ല് നൽകി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയോടൊപ്പം അവന്റെ കരുണയും രക്ഷയും കൂടിയാണ്. 5. ബാബേൽ ഗോപുരം. പിന്നീട് മനുഷ്യർ ഒരുമിച്ച് വലിയൊരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ പേര് പ്രസിദ്ധമാക്കാം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ഒരു ഉദാഹരണമായാണ് ഈ സംഭവം കാണുന്നത്. അവരുടെ ഭാഷകൾ ദൈവം കലക്കി. അങ്ങനെ അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ കഴിവിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവത്തിലുള്ള ആശ്രയമാണ് എന്നതാണ്. 6. അബ്രഹാമിന്റെ വിളി. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് അബ്രഹാം. ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോവുക. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു. ദൈവം അവനോട് ഒരു വലിയ വാഗ്ദാനം നൽകി. അവനിലൂടെ അനേകം ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വിശ്വാസവും അനുസരണയുമാണ്. കാണാത്ത വഴിയിലേക്ക് പോലും ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ അബ്രഹാം തയ്യാറായി. 7. ഇസഹാക്കും യാക്കോബും. അബ്രഹാമിന് ശേഷം ദൈവത്തിന്റെ വാഗ്ദാനം ഇസഹാക്കിലൂടെ തുടർന്നു. ഇസഹാക്കിന്റെ മകനായിരുന്നു യാക്കോബ്. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. പിന്നീട് ഇവരാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ അടിസ്ഥാനമായത്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വലിയ ജനതയുടെ തുടക്കം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു. 8. യോസേഫിന്റെ ജീവിതം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് വളരെ മനോഹരമായ ഒരു ജീവിത കഥയാണ് നാം കാണുന്നത്. യോസേഫിന്റെ കഥ. യോസേഫ് യാക്കോബിന്റെ
പ്രിയപ്പെട്ട മകനായിരുന്നു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അവർ യോസേഫിനെ അടിമയായി വിറ്റുകളഞ്ഞു. യോസേഫ് ഈജിപ്തിലെത്തി അവിടെ അനേകം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അവൻ അന്യായമായി തടവിലാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവം യോസേഫിനെ കൈവിട്ടില്ല. കാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഈജിപ്തിൽ വലിയ അധികാര സ്ഥാനത്തേക്ക് എത്തി. പിന്നീട് ക്ഷാമമുണ്ടായപ്പോൾ ഭക്ഷണം തേടി അവന്റെ സഹോദരന്മാർ തന്നെ യോസേഫിന്റെ മുമ്പിലെത്തി. അപ്പോൾ പ്രതികാരം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും യോസേഫ് അവരോട് ക്ഷമിച്ചു. അവൻ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ നന്മയ്ക്കായി വിചാരിച്ചു. ഈ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു വലിയ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ദോഷം ചെയ്യാൻ ശ്രമിച്ചാലും ദൈവത്തിന് അതേ സാഹചര്യങ്ങളെ പോലും നന്മയ്ക്കായി ഉപയോഗിക്കാൻ കഴിയും. 9. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം വെറും പഴയകാല കഥകളുടെ ഒരു സമാഹാരം മാത്രമല്ല. ഇത് ദൈവമാരാണ്, മനുഷ്യനാരാണ്, പാപം എന്താണ്, വിശ്വാസം എന്താണ്, ദൈവത്തിന്റെ വാഗ്ദാനം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന പുസ്തകമാണ്. സൃഷ്ടിയിൽ നിന്ന് ആരംഭിച്ച് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ് എന്നിവരിലൂടെ ദൈവത്തിന്റെ പദ്ധതിയുടെ തുടക്കം നമുക്ക് കാണാം. മനുഷ്യർ പലതവണ ദൈവത്തിൽ നിന്ന് അകന്നുപോയെങ്കിലും ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചില്ല. ആദാമിന്റെ പാപം മുതൽ യോസേഫിന്റെ ജീവിതം വരെയുള്ള ഓരോ സംഭവത്തിലും ദൈവത്തിന്റെ നീതിയും കരുണയും വിശ്വസ്തതയും നമുക്ക് കാണാൻ കഴിയും. 10. നമ്മുടെ ജീവിതത്തിലേക്കുള്ള സന്ദേശം. ഉൽപ്പത്തി പുസ്തകം ഇന്ന് നമ്മുടെ ജീവിതത്തോടും സംസാരിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ലോകത്തെ നാം വിലമതിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടതാണ്. പാപത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് നാം ജാഗ്രത പുലർത്തണം. അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കാൻ പഠിക്കണം. നോഹയെ പോലെ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കണം. യോസേഫിനെ പോലെ കഷ്ടപ്പാടുകളുടെ നടുവിലും ദൈവത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നമ്മോട് ദോഷം ചെയ്തവരോട് ക്ഷമിക്കാൻ പഠിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ഇപ്പോൾ മനസ്സിലാകണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നമ്മുടേതിനേക്കാൾ വലിയതാണ്. ഉൽപ്പത്തി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്. ആരംഭം മുതൽ അവസാനം വരെ ദൈവം തന്റെ സൃഷ്ടിയെയും മനുഷ്യനെയും ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകാം. വിശുദ്ധ ബൈബിളിൽ ആകെ 66 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമം 39 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചെറിയ വിവരണമാണ് ഞങ്ങളിവിടെ നൽകിയത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നുള്ള 65 പുസ്തകങ്ങളുടെ വിവരണം ഓരോ ആഴ്ച തോറും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ആ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമേ എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വിവരണം, ഈ ചാനലിലെ പ്രോഗ്രാമുകൾ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് കമൻറ്റും ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.